തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ഇനി വെറും മണിക്കൂറുകൾ മാത്രം കഴിയുമ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പായിരിക്കുന്നു. ജനങ്ങൾ എന്താണ് വിധി എഴുതാൻ പോകുന്നത്, എന്ത് തരം മാറ്റങ്ങളാണ് കേരളത്തിലുടനീളമുള്ള 140 നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം കാത്തിരിക്കുന്ന ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിനു മുന്നേ തന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ആയിട്ട് പുറത്തു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ കണക്കുകൾ, അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ സർവേ റിസൾട്ടുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും കേരളത്തിലെ ഏറ്റവും വലിയ തോതിൽ ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിട്ടുള്ള തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലുള്ള നേമം മണ്ഡലത്ത് ഇത്തവണ എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് തരം ട്വിസ്റ്റാണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. നേമത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, വലിയൊരു പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. BJP ആദ്യമായിട്ട് അക്കൗണ്ട് തുറന്ന ഒരു സ്ഥലം തന്നെയാണ്. 2021 ആ സീറ്റ് നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയ ഒരു സ്ഥലമാണ്. എന്നാൽ അവിടെ BJP സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള വിജയപ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ്. 2026 ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവിടെ ഒരു അട്ടിമറി ഉണ്ടാകുമോ, അതല്ല അവിടെ ഒരു വീണ്ടും തുടർ ഭരണമുണ്ടാവുന്ന തരത്തിലോട്ട് LDFന് കാര്യങ്ങൾ മാറ്റാൻ സാധിക്കുമോ എന്നുള്ള തരത്തിലുള്ള പല ചോദ്യങ്ങളും നിലനിൽക്കുന്ന ഒരു സാഹചര്യം. LDFനെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം. BJP സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയ സീറ്റ് വീണ്ടെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. UDFനെ സംബന്ധിച്ചിടത്തോളം 3ാം സ്ഥാനത്ത് നിൽക്കുന്ന UDFന് നില മെച്ചപ്പെടുത്തേണ്ടത് നിലവിലത്തെ സാഹചര്യത്തിൽ വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയും 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് നേമം തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ലേറ്റസ്റ്റായിട്ട് പുറത്തു വരുന്ന സർവേ റിസൾട്ടുകൾ ഒക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും നേമത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും പുറത്തു വന്ന സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും നേമത്ത് അട്ടിമറി തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് നിലവിൽ LDFൻ്റെ സീറ്റായിരിക്കുന്ന നേമം മണ്ഡലം അത് BJPയിലേക്ക് പോകുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും BJP 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്ത് LDFും 3ാം സ്ഥാനത്ത് UDFുമാണ് കാണുന്നതെന്ന് പറയുന്നത്. അതിലേറ്റവും എടുത്തു പറയുന്നത് വിജയശതമാനം നോക്കുമ്പോഴത്തേക്കും അവിടെ 40% വിജയസാധ്യത നിലനിൽക്കുന്നു BJPക്ക് എന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. 40%. ഇനി LDFന് വരുമ്പോഴത്തേക്കും 37% വിജയസാധ്യത നിലനിൽക്കുന്നു എന്ന് പറയുന്നു. ഇനി UDFനെ സംബന്ധിച്ചിടത്തോളം 23% പറയുന്നത് വിജയസാധ്യത. അപ്പോൾ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഒരു മുൻതൂക്കം BJPക്ക് നൽകിയിരിക്കുന്ന ഒരു സർവേ റിസൾട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് BJPയും LDFും തമ്മിൽ മാറുമെന്നുള്ളതും സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ മികച്ചൊരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല എന്നാണ് നേമം സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണത്തെ വോട്ട് ശതമാനം നിലനിർത്താൻ സാധിക്കുമോ, അതിനപ്പുറം കടക്കാൻ സാധിക്കുമോ, ഇനി അതും അല്ല ഈ പറയുന്ന തോതിൽ കഴിഞ്ഞ തവണത്തേക്കാട്ടിലും കുറവ് വോട്ട് ലഭിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ UDFന് മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് LDFും BJPയും തമ്മിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് നിയമസഭാ മണ്ഡലത്തിലെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറാണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയാണ് അവിടെ LDF സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ശബരിനാഥൻ, കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായിട്ടുള്ള ശബരിനാഥനാണ് ഇപ്പോൾ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ കട്ടിക്കട്ടി പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം നേമമണ്ഡലം, ആ നേമമണ്ഡലത്തിൽ സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ, അതോടൊപ്പം തന്നെ ഒരു വളരെ വലിയ തോതിലുള്ള ഒരു മാറ്റം, അത് തീർച്ചയായിട്ടും ഈ ഒരു സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 40% വിജയസാധ്യത BJPക്ക് നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ 37% വിജയസാധ്യത LDFന് നൽകിയിരിക്കുന്നു. 23% വിജയസാധ്യത അവിടെ UDFന് നൽകിയിരിക്കുന്നു. നിയമമണ്ഡലം നോക്കുമ്പോഴത്തേക്കും കുറേ നാളുകളായിട്ടുള്ള ആ ഒരു ചായ്വ് നോക്കുമ്പോഴത്തേക്കും, അതോടൊപ്പം തന്നെ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും മാറിയും തിരിഞ്ഞുമാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ഈ പറയുന്ന രീതിയിൽ 2016 BJP അവിടെ അക്കൗണ്ട് തുറക്കുന്നു.
2021 BJPക്ക് അവിടെ നഷ്ടമാകുന്നു. 2019 നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലായാൽ പോലും BJP ഒന്നാം സ്ഥാനത്ത് അവിടെ നിയമമണ്ഡലത്തിലെത്തുന്നു. അത് കഴിഞ്ഞ് 2021 സീറ്റ് നഷ്ടപ്പെട്ടു പോയതിന് ശേഷം 2024 മികച്ച ഒരു ഭൂരിപക്ഷത്തിൽ തന്നെ അവിടെ നിയമത്ത് വീണ്ടും ഒന്നാം സ്ഥാനത്ത് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ നിയമം എന്ന് പറയുന്നത് BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല ഘടകമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു മണ്ഡലം. അതായത് അത്രത്തോളം ഒരു അടിവേരുള്ള ഒരു സ്ഥലം തന്നെയാണ് BJP സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന നിയമമണ്ഡലം എന്ന് പറയുന്നത്. ആ സ്ഥലത്ത് 2026 BJPക്ക് സീറ്റ് നേടാൻ സാധിക്കുമെന്നാണ്. അതും BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന് അവിടെ വിജയിക്കാൻ സാധിക്കുമെന്നാണ് ഈ സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്. ഇനിയും മണിക്കൂറുകൾ ബാക്കി നിൽക്കുന്നു. ജനവിധി യഥാർത്ഥത്തിൽ എന്താണ് എന്ന് അവർ ആർക്കാണ് വോട്ട് നൽകുന്നതെന്ന് അറിയാനായിട്ട്. അപ്പോൾ അതും ഇനിയിപ്പോൾ ദിവസങ്ങൾ ബാക്കി നിൽക്കുന്നു. ഇനി അതിൻ്റെ ഒരു റിസൾട്ട് എന്താണ് എന്നറിയാനായിട്ട്. അപ്പോൾ ആ ജനവിധി എന്താണ്, ജനങ്ങൾ ആർക്കായിരിക്കും വോട്ട് കുത്തുന്നത്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു വിധി എന്തായിരിക്കും, റിസൾട്ട് എന്തായിരിക്കും എന്നറിയാനായിട്ടുള്ള ഒരു കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിൽ അവസാന നിമിഷം അത് LDFന് അനുകൂലമാകുമോ, അതല്ല അത് BJPക്ക് അനുകൂലമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ, അതുമല്ല അവിടെ UDFനൊരു മാറ്റം അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാതെ പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്.